നാൻസി ചേച്ചിയാണല്ലോ. ഹലോ, എന്നാ ചേച്ചി വിശേഷം? ആർക്ക് നമ്മുടെ വീട് നോക്കോ? ആഹാ, ഏത് കുടുംബം? അഞ്ഞൂറ്റിയോ? അഞ്ഞൂറ്റിയിൽ ആരാ? സൂസന്റെ മരിച്ചോയ മാർട്ടിന്റെ മോൻ എബിൻ. ആ പയ്യന്റെ പേര് എബിൻ എന്ന്. ആ പയ്യനൊക്കെ നല്ലതാ ചേച്ചി. ആഹാ, പക്ഷെ മാർട്ടിൻ മരിച്ചൊന്നുമല്ല, മാർട്ടിനെ കൊന്നതാ. ആ, അവരുടെ കുടുംബത്തുള്ളവർ തന്നെയാ. അയ്യോ, അത് പറയാണെങ്കിൽ വലിയ കഥയാ ചേച്ചി. ഈ അഞ്ഞൂറ്റിയിലെ കാർന്നവരുടെ ഓരോ മോളായി സൂസൻ, ബാക്കിയെല്ലാം ആമ്പിള്ളേരാ. അതിൽ ഒരാളാണ് മൈക്കിളാണ് ഭരണം ഇപ്പൊ പുള്ളിക്കാരന്റെ കയ്യില. ആ, എന്നിട്ട് മൂത്തൊരു മകനുണ്ട്, പീലിനോ അങ്ങനെ എന്തോ പേര്. അപ്പൊ ആ പുള്ളിക്കാരന്റെ ഭാര്യ ഒരു മുസ്ലിം ആയിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ മരിച്ചുപോയി. പിന്നെ ഇവരുടെ തന്നെ ഒരു കൈക്കാരനായിട്ടുള്ള ഒരാളെ പിന്നെ അവർ കല്യാണം കഴിച്ചു. അതിൽ രണ്ട് ആമ്പിള്ളേരുണ്ട്, അതിലൊരു ചെറുക്കൻ ഇടയ്ക്ക് മരിച്ചുപോയി. ആ, ഈ മാർട്ടിന്റെ മരണത്തിന് ശേഷം ഈ സൂസനും ഒരു മോളുണ്ട്, ആ മോളും ഈ പയ്യനും ഒക്കെ ഇപ്പം അഞ്ഞൂറ്റിൽ തന്നെയാ താമസിക്കുന്നത്. ആ, ഈ ഭരണം മുഴുവൻ ഈ മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ കയ്യില. പുള്ളിയാണ് ഈ സ്വത്തും എല്ലാം വെച്ച് കൈകാര്യമൊക്കെ ചെയ്യുന്നത്. ഓ, സൂസൻ ഒരു പാവ. ആ, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പം ഈ മൂത്ത ചേട്ടന്റെ ഭാര്യയുടെ മക്കള്, അങ്ങനെ വേണം അത് പറയാൻ കേട്ടോ. അപ്പൊ ആ പയ്യന്മാരെ ഇപ്പൊ അവിടെ ഭരിക്കുന്നത്, ആ മുസ്ലിങ്ങൾ അവര്. ആ, പിന്നെ വേറൊരുത്തനുണ്ട്, ഏറ്റവും ഇളയ ഒരാള്. അയാൾ പള്ളി വെച്ചനൊക്കെ ആയിരുന്നു, പക്ഷെ എന്തോ സംഭവം പെണ്ണൊടിയാ. ഏത് പെമ്പിളരെ കണ്ടാലും കയറി പിടിക്കും, അങ്ങനത്തെ സ്വഭാവം. ഇപ്പൊ ജയിലെങ്ങാണ്ടെയാ. പിന്നെ വേറൊരു സഹോദരനുണ്ട്, പുള്ളിക്കാരൻ പക്ഷെ ഇപ്പൊ അവരോടല്ല കേട്ടോ. ഇപ്പം വേറെ എവിടെയാ, ഇവരുടെ ചെമ്മീൻ ഫാക്ടറിയൊക്കെ ഇപ്പൊ പുള്ളിക്കാരനെ നോക്കുന്നത്. മത്തായി അങ്ങനെ എന്തോ പേര്. രണ്ടാമക്കളായിരുന്നു, അതിൽ മൂത്തർക്ക് മരിച്ചു. അത് മരിച്ചതല്ലേ അതും കൊന്നാ പറയുന്നത്. ആ, എല്ലാം ഈ കുടുംബ സ്വത്തിനും കുടുംബ തർക്കത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടിയിട്ടാ. അങ്ങനത്തെ ഒരു കുടുംബമാ. ഓ, കീച്ചേരിക്കാരൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നത്തിലല്ലേ മൈക്കിൾ ജയിലായത്. അവിടുത്തെ രണ്ട് പിള്ളേരെ കൊന്ന കേസിലല്ലേ ഈ മൈക്കിൾ എന്ന് പറയുന്ന അയാൾ ജയിലായത്. അയാൾക്ക് ഒരു ഹോമിയോ ഡോക്ടറായിട്ട് ഒരു അവിഹിതമൊക്കെ ഉണ്ട്. ആ, പക്ഷെ ഈ ചെറുക്കൻ നല്ലതാ കേട്ടോ, ദൈവദോഷം പറയരുതല്ലോ. ഈ ചെറുക്കൻ നല്ലതാ, കുടുംബം നോക്കും. ഈ സൂസനും നല്ലതാ, പെങ്കൊച്ചു നല്ലതാ. ഈ പെങ്കൊച്ചിന് ആ ഒരു മേത്തെ ചെറുക്കനായിട്ട് എന്തൊക്കെ ഒരു കണക്ഷനൊക്കെ ഉണ്ടായിരുന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അതൊന്നും എനിക്ക് അറിയാം. നമ്മൾ അറിയാൻ പാടില്ല കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ചെറുക്കൻ നല്ലതാ. പക്ഷെ കുടുംബം ഇങ്ങനെ ചേച്ചി, പുറമെ നോക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഭയങ്കര സ്വത്തും കാര്യങ്ങളൊക്കെയാ. പക്ഷെ അകമേ ആകെ താളം തെറ്റി കിടക്കുക. ഇതിൽ ഇച്ചിരി കുടുംബം സെറ്റപ്പൊക്കെ ആയിട്ട് ജീവിക്കുന്നത് മറ്റേ മത്തായി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. അയാൾ അങ്ങനെ ഒരു ഇതിനും പോകത്തില്ല, ഒരു ദോഷത്തിനൊന്നും പോകത്തില്ല. അയാൾ ഒരു ഈ ചെവലിയാർ പട്ടത്തിന് അങ്ങോട്ട് കൊടുത്തപ്പോഴല്ലേ അത് കിട്ടിയില്ല. അത് ബാക്കി അയാളുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അയാൾ കിട്ടാതെ പോയതേ. അത് പിന്നെ മറ്റേ സ്റ്റാലി ചായനല്ലയോ കിട്ടിയേ. അതാ. അങ്ങനെയൊക്കെ ചേച്ചി, ഒരുപാട് കഥയുണ്ട് പറയാൻ. ഓ, എന്റെ അഭിപ്രായത്തിൽ നമ്മളെ നീ നമുക്ക് ഇതിന് നല്ലത് കിട്ടും. ഇത് ചെറുക്കം കൊള്ളാൻ സ്വത്തുണ്ട്, പക്ഷേ ഇതാ ചേച്ചി ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഫാത്തിമ എന്ന് പറയുന്ന അവരുടെ മക്കളൊക്കെ ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എത്ര കിട്ടുമെന്നോ എന്ത് കിട്ടുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല ചേച്ചി. ഞാൻ പറഞ്ഞത് തള്ളിക്കളയൊന്നും വേണ്ട, നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കേ. ഞാൻ എനിക്കറിയാന്നുള്ള എന്റെ നല്ല മനസ്സുകൊണ്ട് എനിക്കറിയാന്നുള്ളതല്ല ഞാനങ്ങ് പറയും. നീ എന്റെ കൂടെ മോളല്ലായോ, അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യോ? ചേച്ചി എന്തായാലും ഒന്ന് അന്വേഷിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യുക. പുറമേ ഉള്ളവർക്ക് ഭയങ്കര സ്റ്റണ്ടും ത്രില്ലൊക്കെയുള്ള കുടുംബമായിരിക്കും, പക്ഷെ നമ്മൾ അയൽക്കാർക്ക് അവരുടെ ചരിത്രം ഇങ്ങനെയാ.